വിശുദ്ധ റമസാൻ മാസം വിശ്വാസിയുടെ സുവർണ കാലഘട്ടമാണ്. നന്മകൾക്ക് അറ്റമില്ലാത്ത പ്രതിഫലം ലഭിക്കുന്ന പവിത്രമായ ദിനരാത്രങ്ങൾ. ആരോഗ്യമുള്ള ശരീരത്തെയും മനസ്സിനെയും രൂപപ്പെടുത്താൻ ആരാധനാ നിർഭരമായ ഈ അനർഘ നിമിഷങ്ങൾ മനുഷ്യനെ സഹായിക്കും. ഈ ലോകം ചെറുതും നശ്വരവുമാണെന്നും അനശ്വരവും പ്രധാനപ്പെട്ടതും പാരത്രിക ലോകമാണെന്നും വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ചെലവഴിക്കുന്ന ഓരോ നിമിഷവും വിചാരണ ചെയ്യപ്പെടുമെന്ന ബോധ്യം അവൻ്റെ ജീവിതത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നു. പവിത്രമായ റംസാൻ ആ സംസ്കരണ പ്രവർത്തനങ്ങളെ ഊർജിതമാക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. അപരസ്നേഹവും ബഹുമാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക പരിസ്ഥിതിയെ അതിജയിക്കാൻ നമുക്ക് സാധിക്കണം. ലഹരിയും അക്രമവും കൊലയും നിൽക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് മാനവിക മൂല്യങ്ങളെക്കുറിച്ചും ജനങ്ങളെ ഉദ്ബുദ്ധരാക്കണം. കുത്തഴിഞ്ഞ ജീവിതം സൃഷ്ടിക്കുന്ന അപകടകരമായ അരക്ഷിതാവസ്ഥയെക്കുറിച്ച് നിരന്തരം സംസാരിക്കപ്പെടണം. സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കപ്പുറം സ്വയം ഒരു തീരുമാനമോ അഭിപ്രായമോ ഇല്ലെന്ന വിധേയപ്പെടലിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് പരിശുദ്ധ റംസാൻ. അന്നപാനീയങ്ങളും വിശ്രമവും ഇല്ലാത്ത മറ്റും ഭക്ഷണങ്ങളും നിന്റെ ആത്മാവിന്, പക്ഷേ ആ ഭക്ഷണത്തിൻ്റെ കാര്യം നീ മറന്നിരിക്കുന്നു. രാപ്പകൽ നിന്റെ ശരീരത്തെയാണ് നീ പോഷിപ്പിക്കുന്നത്. ശരീരം കുതിരയെപ്പോലെയാണ്. ഈ അധമലോകം അതിൻ്റെ ലായമാകുന്നു. കുതിരയുടെ ഭക്ഷണമല്ല കുതിരൻ്റേത്. നീ കുതിരയല്ല, കുതിരക്കാരനാണ്. അതിനാൽ നിന്റെ അന്തസ്സിന് യോജിക്കുന്ന ഉറക്കവും അന്നവും ആസ്വാദനവും മാത്രം സ്വീകരിക്കുക. എന്നാൽ കുതിരയ്ക്കാണ് നിന്റെ മേൽ ആധിപത്യം എന്നതിനാൽ നീ ലായത്തിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നു. നിന്റെ ആത്മാവ് കൂടെയുണ്ടെങ്കിലും ശരീരത്തിനാകുന്നു മേൽക്കൈ. അതിനാൽ ശരീരത്തിനെ വിഴുങ്ങി അതിൻ്റെ ഒരു തടവുകാരനായി ജീവിക്കുകയാണ് നീ. റമദാൻ മാസം നമ്മൾ ഏറ്റവും നല്ല ഉപകാരത്തിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം എന്തായാലും നമുക്ക് തരാതിരിക്കില്ല. എല്ലാത്തിനും കൂലിയുണ്ടല്ലോ.